ഷേക്ക് ആയിരിക്കും. കാശ് അയച്ചു തരട്ടെ എന്നായിരിക്കൂ. ഹലോ, ആരാ? ഹലോ, ഇത് ബാലേട്ടന്റെ നമ്പറാണോ? അതെ, ഇതെന്റെ മാത്രം നമ്പറാണ്. ഹലോ ബാലേട്ട, ഇത് ഞാനാ, മഠത്തിൽ വീട്ടിലെ ഗംഗ, ദുബായില് ജോലി ചെയ്യുന്നത് നേഴ്സായിട്ട്. മനസ്സിലായി. പണിക്കരേട്ടന്റെ മോള്. എന്താ മോളെ, സുഖമല്ലേ? ബാലേട്ട സുഖമൊക്കെ തന്നെ, പക്ഷെ ബാലേട്ടന് എനിക്കൊരു ഉപകാരം ചെയ്യണം. പറ്റില്ലെന്ന് പറയരുത്. പണിക്കരേട്ടന്റെ മോക്ക് എന്താ വേണ്ടതെന്ന് പറയേ. ഇവിടെ നിന്ന് വല്ലത് വാങ്ങിക്കൊടുത്തയക്കണം. അതൊന്നുമല്ല ബാലേട്ട, ഞാനിവിടുന്ന് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. സംഗതി ലീഗലാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ബാലേട്ടനൊന്ന് പറഞ്ഞു തരണം. ഓഹോ, അപ്പൊ പണിക്കരേട്ടൻ അറിയാതെയുള്ള പരിപാടിയാണല്ലേ? അല്ല, വല്ല അറബിയോ ഫിലിപ്പീൻസിയോ ആണോ ചൊക്കൻ? ഏയ്, അതൊന്നും പേടിക്കണ്ട, ആള് മലയാളി തന്നെ. പക്ഷെ സംഗതി ഇപ്പൊ അച്ഛനൊന്നും അറിയരുത്. കല്യാണം ദുബായിൽ രജിസ്റ്റർ ചെയ്താലും നാട്ടിൽ അറിയാതെ ചെയ്യാൻ പറ്റില്ല. എന്തായാലും അതിന്റെ പ്രൊസീജിയർ ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. ഓ, താങ്ക് യു, വേഗം പറ. രണ്ടുപേരിൽ ഒരാൾക്ക് അവിടെ റെസിഡൻസ് വിസ ഉണ്ടായിരിക്കും. അതുണ്ടോ? ഉണ്ട്. പുള്ളിക്ക് ഇവിടെ റെസിഡൻസ് വിസയാ. അപ്പൊ പകുതി ജോലി കഴിഞ്ഞു. ഇനി സാക്ഷികൾ വേണം. എല്ലാ സാക്ഷികളും ഈ പറഞ്ഞ പോലെ റെസിഡന്റ് വിസ ഉള്ളവരായിരിക്കണം. അത് റെഡിയാക്കാം. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് രണ്ടുപേരെ റെഡിയാക്കിയാൽ മതിയില്ലേ? രണ്ടല്ല, മൂന്നാണ് സാക്ഷികൾ. ഈ മൂന്ന് സാക്ഷികളെയും കൂട്ടി നിങ്ങൾ രണ്ടുപേരും അബുദാബിയിലുള്ള എംബസിയിൽ പോയി അപേക്ഷ കൊടുക്കണം. ഓ, അന്ന് തന്നെ അപ്പൊ കല്യാണം കഴിക്കാൻ പറ്റൂലേ? ഗംഗമോളെ, ഇത് നാടല്ല, ഓടിച്ചെന്ന് കല്യാണം കഴിക്കാനൊന്നും പറ്റൂല. നിങ്ങൾ 5 പേരുടെയും ഒറിജിനൽ പാസ്പോർട്ടും വരന്റെയും വധുവിന്റെയും 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൊണ്ടുപോയി ആദ്യം അപേക്ഷ കൊടുക്കണം. അത്രയും മതിയോ ബാലേട്ടാ? പോരാ, നിങ്ങൾ രണ്ടുപേരുടെ പേരും പാസ്പോർട്ട് നമ്പറും വെച്ച് ഒരു പത്രപരസ്യം അവിടത്തെ ഒരു ഇംഗ്ലീഷ് പത്രത്തിലും പിന്നെ ഇന്ത്യയിലെ, അതായത് നിന്റെ സ്വന്തം നാടായ കേരളത്തിലെ ഒരു ഇംഗ്ലീഷ് പത്രത്തിലും കൊടുക്കണം. നിങ്ങൾ വിവാഹിതരാകാൻ പോകുന്നു എന്നും എന്തെങ്കിലും എതിർപ്പുള്ളവർ 30 ദിവസത്തിനകം ആ വിവരം ഇന്ത്യൻ എംബസി അബുദാബിയെ അറിയിക്കണമെന്നും പറഞ്ഞു. നാട്ടിൽ കൊടുക്കുമ്പോ പ്രശ്നമാവൂലേ? അത് അച്ഛൻ അറിയൂലേ? കാണില്ലേ? പരസ്യം കൊടുത്താലേ കല്യാണം നടക്കൂ. പിന്നെ മലയാള പത്രം പോലും വായിക്കാത്ത പണിക്കരേട്ടൻ ഇംഗ്ലീഷ് പത്രം കണ്ടുപിടിക്കുന്നൊന്നും പേടിക്കണ്ട. ഓ, അത് മതി. പരസ്യം വരുമ്പോ ബാലേട്ടൻ ആ വായനശാലയിൽ നിന്ന് പത്രം എടുത്തൊന്ന് മാറ്റിയാ മതി. ഓ, അതും എന്റെ തലയിൽ തന്നെ. അപ്പൊ ഇത്ര പ്രൊസീജിയേഴ്സേ ഉള്ളല്ലേ? ഇല്ല, നിങ്ങൾക്ക് എംബസിയിൽ നിന്ന് ഒരു ഡേറ്റ് തരും. അന്നാണ് സാക്ഷികൾക്കൊപ്പം വന്ന് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുശേഷം ഞങ്ങൾ ഹസ്ബൻഡും വൈഫും ആയി അല്ലേ? അതിനുശേഷം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാര് തന്നെ. എന്നാലും ഒരു കാര്യം ചോദിച്ചോട്ടെ, കല്യാണം ഇവിടെ നാട്ടിൽ വെച്ച് എല്ലാവരുടെയും അനുഗ്രഹത്തോടെ നടത്തുന്നതല്ലേ നല്ലത്? എന്റെ ബാലേട്ട, അങ്ങനൊക്കെ തന്നെയാണ് ആലോചിച്ചിരുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ ദൈവം കാര്യം നടത്തുന്നത്. ഓ, അതും ശരിയാ. ആട്ടെ, ദൈവത്തിന്റെ അല്ല, ചെക്കന്റെ പേരെന്താന്നാ പറഞ്ഞേ? ബാലേട്ട, അത് നകുലേട്ട. ഓ, തീരുമാനമായി. അപ്പൊ അഡ്വാൻസ് മാരേജ് വിഷസ് മോളെ. ഓ, താങ്ക് യു ബാലേട്ട. അപ്പൊ കാര്യങ്ങളൊന്നും അച്ഛൻ അറിയില്ലേ? ഏയ്, ഒരിക്കലുമില്ല.